ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1078 ദിവസമായ ഇന്ന് 2024 ഏപ്രിൽ മാസം 27 ശനിയാഴ്ച, 1199 ആണ്ട് മേടമാസം 14. ഗുരുവചനങ്ങളിലൂടെ ഏത് ജോലി ചെയ്യുന്നതും ആത്മാർത്ഥതയോടും സത്യസന്ധതയോടുമായിരിക്കണം. ഏത് ജോലി ചെയ്യുന്നതും ആത്മാർത്ഥതയോടും സത്യസന്ധതയോടുമായിരിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ സത്യബോധമുള്ളവരാകുക എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കുട്ടി ജനിച്ചതിന് ശേഷമല്ലേ ജാതകം നോക്കുക? മുഹൂർത്തം നോക്കി ജനിക്കാറില്ലല്ലോ. പ്രതിഷ്ഠ കഴിഞ്ഞു, ഇനി മുഹൂർത്തം നോക്കാം. തിരുവനന്തപുരത്ത് മണ്ണന്തലയിൽ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ടായിരുന്നു. കാലങ്ങളായി ഹിംസാത്മകമായ ആരാധനാ സമ്പ്രദായങ്ങളാണ് ഇവിടെ നിലനിന്നിരുന്നത്. 1889 മാർച്ചിൽ ഗുരുദേവൻ ഈ ക്ഷേത്രത്തിലെ ഭദ്രകാളി പ്രതിഷ്ഠയെ നീക്കം ചെയ്ത് സാത്വിക ദേവതയെ പ്രതിഷ്ഠിച്ചു. ഏതെങ്കിലും പ്രമാണങ്ങളെ ആധാരമാക്കിയോ മുഹൂർത്തം നോക്കിയോ ആയിരുന്നില്ല പ്രതിഷ്ഠ. അന്ന് ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് നല്ല മുഹൂർത്തമില്ലെന്ന് ഗണിച്ച ഒരു പണ്ഡിത പ്രമാണി പ്രതിഷ്ഠാമുഹൂർത്തം ഏത് രാശിയിലാണ് എന്ന് സംശയം പ്രകടിപ്പിച്ചപ്പോൾ അടി അളന്നു നോക്കണം എന്നായിരുന്നു ഗുരുവിൻ്റെ മറുപടി. ഇതിൻ്റെ പൊരുളെന്തെന്നറിയാതെ അമ്പരന്ന് നിന്ന പണ്ഡിതന് മനസ്സിലാക്കത്തക്ക വിധം ഗുരു നൽകിയ വിശദീകരണമാണിത്. സർവസങ്കല്പങ്ങളും ഇളകിമറിയുന്ന മനസ്സിൽ നിന്നും ഉണ്ടായി വരുന്നവയാണ്. ഏത് കാര്യത്തിനും മുഹൂർത്തം നോക്കുന്നവരാണ് നമുക്ക് ചുറ്റിലും അധികമുള്ളത്. മുഹൂർത്തമെന്നത് കേവലം സാങ്കല്പികം മാത്രമാണ്. ശരിയായ ബോധമില്ലാത്തടത്താണ് സങ്കല്പങ്ങൾ പെരുകുന്നത്. ഇത്തരം സങ്കല്പ പെരുക്കങ്ങൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നവയല്ല. ഗുരു സത്യദർശിയാണ്. സങ്കല്പദർശിയായ പണ്ഡിതന് സത്യദർശനം കാനൽ ജലം പോലെയാണ്. സത്യമറിയാതെയും അനുഭവിക്കാതെയും സങ്കല്പങ്ങൾ മെനയുകയും അതിനു പിന്നാലെ സഞ്ചരിക്കുകയും ചെയ്യുന്നവന് ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയുന്നതല്ല. അതിന് ബോധത്തിൻ്റെ ഒരു തന്മാത്രയെങ്കിലും ഉള്ളിലുദിക്കണം. അപ്പോഴേ ഇത് സങ്കല്പം, ഇത് യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിവ് ഉണ്ടാവൂ. അതുണ്ടായാൽ സങ്കല്പങ്ങളുണ്ടാക്കുന്ന ഭ്രമങ്ങളിൽ വീണ് വലയേണ്ടി വരികയില്ല. സത്യബോധമില്ലാത്തവർക്കാണ് ജാതകവും മുഹൂർത്തവുമെല്ലാം വേണ്ടി വരുന്നത്. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.